പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് ഈ നൊവേനയില് ഈ 9ാം ദിനത്തില് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ ഈ അവസാന ദിവസം കർത്താവെ, ഞങ്ങളെല്ലാവരെയും എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും കർത്താവെ അവിടുന്ന് ശക്തമായിട്ട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 8 ദിവസങ്ങൾ ഞങ്ങളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ, ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത്, അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, ഈ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും, എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമാവിധത്തിലുള്ള ശക്തമായ ദൈവകൃപയാലും സ്വർഗത്തിന്റെ സഹായത്താലും അതിസ്വാഭാവികമായ കൃപകളാലും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ നാമത്തിലെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രത്യേകിച്ച് മക്കളെ, നമ്മുടെ മക്കളുടെ എല്ലാം ജീവിത അന്തസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അനേക മക്കൾക്ക് വിവാഹം വേണ്ട, ജീവിതാന്തസ്സൊന്നും വേണ്ടാത്ത രീതിയിൽ ഒരു കൈവിട്ട ജീവിതം ജീവിക്കുന്നുണ്ട്. എങ്ങോട്ടോ വേണ്ടി, എന്തിനോ വേണ്ടി, എങ്ങോട്ടൊന്നില്ലാതെ, ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന അനേക മക്കൾ. ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി ഒത്തിരി മക്കൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത മക്കൾ, തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മക്കള്, ഒത്തിരിയേറെ പെട്ടുപോയ മക്കള്, ലവ് ജിഹാദിൽപ്പെട്ട് പ്രേമക്കുരുക്കിൽപ്പെട്ടു പോയ മക്കള്, അങ്ങനെ തന്നെ പല പാപങ്ങൾക്ക് അടിമപ്പെട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് കുറ്റബോധത്താൽ എനിക്കിനി വേണ്ട ഒരു വിവാഹ ജീവിതമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന മക്കൾ. നമ്മുടെ മക്കള് സമയത്ത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കണം. അത് വിശുദ്ധിയോടെ പ്രവേശിക്കണം. അവിടെ ഇവിടെ പെട്ട് നശിച്ചു പോകാൻ പാടില്ല. ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട, ഭാവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നല്ല കുടുംബം, നല്ല വൈദികർ, നല്ല സന്യസ്തർ, നല്ല കൃപയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ ഹിതമറിഞ്ഞ് ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കണം. അതിന് വിരുദ്ധമായതൊന്നും നമ്മുടെ മക്കൾ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. വേണ്ടാത്ത പ്രേമക്കുരുക്ക്, മിശ്ര വിവാഹം, കണ്ണിക്കണ്ട ബന്ധങ്ങള്, പ്രേമക്കുരുക്കുകൾ ചെന്നപ്പെട്ട് നശിക്കാൻ പാടില്ല. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മേഖല പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ മുഴുവനായിട്ടും ആത്മശരീര മനസ്സിന്റെ എല്ലാ മേഖലകളോടും കൂടെ ഈ അവസാന ദിവസം വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥത്തില് ദിവ്യകാല സ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നൊവേനയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെയും അമ്മയുടെ കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ ദിവ്യകാല സന്നിധിയിൽ അങ്ങേ മക്കളായി ഞങ്ങളെ ഈ ദിവസങ്ങളിൽ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അവസാന ദിവസം അങ്ങയോട് കൂടി ആയിരിക്കുവാൻ, ഈ നൊവേന പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ നിയോഗങ്ങളോടെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി വർഷങ്ങളുടെ വിശുദ്ധീകരണത്തിലൂടെ ആ കുടുംബത്തെയും പ്രത്യേകിച്ച് അഗസ്തീനെയും വിശുദ്ധിയിലേക്ക് ഉയർത്തി വിശുദ്ധരാക്കിയ കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശുദ്ധരാക്കണമേ. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും കുടുംബത്തിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട മധ്യസ്ഥയായ വിശുദ്ധ മോനിക്കായെ, അങ്ങ് ഒരിക്കൽ ധൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. പ്രാർത്ഥനയോടുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും
അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ വിശുദ്ധ അഗസ്തീൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി തീർന്നു. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും പ്രത്യേകമായ വിധത്തില് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള് വലിയ വിശ്വാസത്തോടെ ശരണത്തോടെ വിശുദ്ധ മോണിക്ക പുണ്യവതിക്കുണ്ടായ ആ വലിയ ശരണത്തോടെ വിശ്വാസത്തോടെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ നല്ല ഭാവി, നല്ല വളർച്ച, പഠനത്തില്, സ്വഭാവത്തില്, ജീവിതാന്തസ്സില്, എല്ലാത്തിലും വലിയ ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഓ വിശുദ്ധ മോനിക്കായെ, അങ്ങയുടെ ആവശ്യങ്ങളും ഉത്കണ്ഠകളും വേദനകളും എല്ലാ അവസ്ഥകളും ദൈവത്തിന്റെ അനന്ത പരിപാലനയിലേക്കും കരുണയിലേക്കും വലിയ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ അങ്ങ് പരമേൽപ്പിച്ചു. ഞങ്ങളുടെ വലിയ ദുഃഖങ്ങളും വേദനകളും എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ പോലെ ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും ഇത്ര ആഴമേറിയ വിശ്വാസത്തിൽ ഞങ്ങളും സ്ഥിരോത്സാഹത്തോടെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ മകൻ അഗസ്തീനോസിനെ പോലെയും അങ്ങയുടെ ഭർത്താവ് പെട്രീഷ്യസിനെ പോലെയും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും വലിയ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിശുദ്ധനായി തീരട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ, ദൈവിക ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദിവ്യകാനസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ അവസ്ഥകളും, ചില മക്കളെങ്കിലും വിവാഹ ജീവിതം വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന മക്കള് ലോകത്തിന്റെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ, മാധ്യമങ്ങളുടെ പിന്നാലെ, ഭൗതികതയുടെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ പോയി ജീവിതാന്തസ് പോലും വേണ്ടെന്ന് വിചാരിച്ച് തീരുമാനമെടുത്ത് ജീവിക്കുന്ന മക്കള്, കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമയത്ത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ, അത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചുറപ്പിക്കാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും നൽകി എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ മക്കളെ അനുയോജ്യമായ ജീവിതാന്തസ്സിലേക്ക് അങ്ങയുടെ തിരക്കിതം പോലെ പ്രവേശിക്കാൻ മോനിക്ക പുണ്യമതിയുടെ മധ്യസ്ഥതയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. വിവാഹം ആഗ്രഹിച്ചിട്ട്, ഒരു ജീവിതാന്തസ്സിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധം തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, വിവാഹം നടക്കുന്നില്ല, അതിനു വേണ്ട സാഹചര്യങ്ങളില്ല, എത്ര ആലോചിച്ചിട്ടും വിവാഹം കണ്ടെത്താൻ പറ്റുന്നില്ല. ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളില് തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, പൗരോഹിത്യത്തില്, സന്യാസ ജീവിതത്തില്, കുടുംബജീവിതത്തില്, ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മക്കൾ നേരിട്ടുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി, പൈശാചിക ബന്ധനങ്ങൾ എടുത്തു മാറ്റി, കെട്ടുകൾ അഴിച്ചു മാറ്റി ഞങ്ങളുടെ മക്കളെ ഉചിതമായ അഭിഷേകം നിറഞ്ഞ ജീവിതാന്തസ്സിലേക്ക് അനയിക്കണമേ എന്ന് വിശുദ്ധ മോനിക്ക പുണ്യമതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ,
വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ ദൈവഗീതം പോലെ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം, ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കണം. കണ്ണിൽ കണ്ട അന്യമതസ്ഥരുമായി വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അനേക മക്കൾ കർത്താവിനെ വിട്ട്, ഉദാശ വിട്ട്, കുടുംബത്തെ വിട്ട് മറ്റു മതസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന മക്കൾ, മിശ്ര വിവാഹം, ലൗകികാത്, പ്രേമക്കുരുക്ക്, ഉദാശയില്ലാത്ത ജീവിതങ്ങൾ. കർത്താവെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ മക്കള് അനുഗ്രഹിക്കപ്പെടണം. ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തെ അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കണം. സഭയുടെ പാരമ്പര്യം, കുടുംബത്തിന്റെ പാരമ്പര്യം, കുടുംബവൃക്ഷത്തിന്റെ വിശുദ്ധി, ഇതെല്ലാം അറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ മക്കളായിരിക്കുന്ന അവസ്ഥ, അവരുടെ ജീവിതം എന്തൊക്കെയായിരിക്കണം, ദൈവത്തിന് ഇഷ്ടം പോലെ ജീവിക്കണം, അതെല്ലാം വേണ്ടി, എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്കിപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. മകൻ ഇടറി വീഴുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ലമ്മയായ വിശുദ്ധ മോണിക്കായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും മധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. ലോകത്തിലെ മുഴുവൻ മാതാപിതാക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് അങ്ങ് മധ്യസ്ഥം അപേക്ഷിക്കണമേ. കുടുംബത്തിലെ എല്ലാ ഭിന്നതകളും, ജീവനെതിരായ എല്ലാ പ്രവൃത്തികളും, സ്നേഹരാഹിത്യവും, വെറുപ്പും, വിദ്വേഷവും, വൈരാഗ്യവും, കലഹങ്ങളും, പ്രാർത്ഥനാക്കുറവും, അവിശ്വാസവും, അന്ധവിശ്വാസവും അങ്ങയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനുവേണ്ടി, അതിനൊപ്പം മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി നിരന്തരം പ്രാർത്ഥിക്കുവാനും അമ്മയുടെ മാതൃക അനേകർക്ക് പ്രചോദനമേകട്ടെ. അമ്മേ, ഞങ്ങളെ അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയെ നയിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ, കൃപയിലൂടെ ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മക്കളെ അഗസ്തിനെ പോലെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നശിച്ചു പോകാതെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിശുദ്ധ മോണിക്ക പുണ്യവതിയെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി ദിവ്യഗാന സന്നിധിയില് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ മക്കളെ പരമേൽപ്പിച്ച് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ, സംരക്ഷിക്കണമേ, വളർത്തണമേ എന്ന് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. നൊവേനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ സ്നേഹത്തോടെ ഈ നൊവേന പൂർത്തിയാക്കുവാൻ നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ നിയോഗങ്ങളിലെല്ലാം കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു. നമ്മുടെ മക്കളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു.
വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ ഇടപെടലും അവിടുത്തെ കൃപയാലും ശക്തിയാലും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും കർത്താവ് വലിയ ശക്തിയോടെ പ്രകടമാക്കിയിട്ടുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനിയും അങ്ങോട്ട് നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ മുതൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടും. മക്കളെ, കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കുടുംബത്തിന് വേണ്ടി വലിയ ശുശ്രൂഷകള് കർത്താവിന്റെ നാമത്തില് മോണിക്ക പുണ്യവതിയുടെയും അഗസ്തീനോസിന്റെയും സജീവ സാന്നിധ്യത്തില് തിരുക്കുടുംബത്തിന്റെ ശക്തമായ മധ്യസ്ഥത്തില് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു വരിക. ഒരു നിമിഷം മക്കളെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇവിടുത്തെ ധ്യാനങ്ങള്, ശുശ്രൂഷകള്, പ്രത്യേകിച്ച് നമ്മുടെ ദിവ്യകാരുണ്യ യാത്രകള്, യഹോവ ക്ഷമ, സാത്താൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളെ, സാത്താൻ പിടിച്ചെടുത്ത മക്കളെ തിരിച്ചു പിടിക്കാൻ കർത്താവുമായുള്ള വലിയൊരു യുദ്ധമാണ് യഹോവ ക്ഷമ. കർത്താവ് ഇവിടെയുണ്ട് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് കർത്താവിനെ കൊണ്ട് തിരിച്ചു പിടിക്കുന്ന വലിയ ശുശ്രൂഷ. ദിവ്യകാരുണ്യ യാത്രകളെ സമർപ്പിക്കാൻ, യാത്രയിൽ പങ്കെടുക്കാൻ അനേക മക്കൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, കാർമൽ ധ്യാന കേന്ദ്രത്തെ കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും അഭിഷേകത്തോടെ ശക്തിയോടെ പൂർത്തീകരിക്കാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ നിയോഗിച്ചിരിക്കുന്ന കർത്താവിന്റെ മനസ്സുണ്ട് മക്കളെ, കർത്താവിന് ഇഷ്ടമുണ്ട് മക്കളെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലും ഈ കൂട്ടായ്മയിലും ഈ മീഡിയ മിനിസ്ട്രിയിലും പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വർഷിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് കർത്താവ് അവസാന ദിനത്തില് അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്ഥിരോത്സാഹത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ തങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെ മേലും സ്വർഗത്തിന്റെ വലിയ ആശീർവാദവും അനുഗ്രഹവും അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയും അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ വലിയ ഇടപെടലിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കണമേ. എല്ലാ കൃപകളും സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളും ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ. ഈശോയേ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നാളെ മുതൽ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കുടുംബത്തിന്റെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാം കുടുംബത്തിലാണല്ലോ നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ കുടുംബത്തിലാണ്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ, അവസ്ഥകൾ ഈശോ നമ്മോട് പറയുന്നുണ്ട്. തിരുവചനത്തിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില്, അഗസ്തീനോസ് പുണ്യവാന്റെ മധ്യസ്ഥത്തില്, തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില് ദൈവമായ കർത്താവ് നിങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.